എക്സ്ക്യൂസ് മീ മാം. ഹായ്, എന്താ എന്ത് പറ്റി രണ്ടുപേരും കൂടി? എന്തോ ഉണ്ടല്ലോ. മാം, ഫ്രൂട്ട്സ് കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ? ഫ്രൂട്ട്സ് കഴിച്ച് മരിക്കാനോ? അതെങ്ങനെ മരിക്കുന്നേ? അല്ല മാം, ഇൻസ്റ്റയിൽ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഫ്രൂട്ട് ഡയറ്റ് എടുത്തിട്ട് ഒരാൾ മരിച്ചു. ഞാനും ഒരാഴ്ചയായിട്ട് ഫ്രൂട്ട് ഡയറ്റിലായിരുന്നു. അപ്പം എനിക്കൊരു പേടി. ഫ്രൂട്ട്സ് ശരിക്കും ഒരു നല്ല ഭക്ഷണമാണ്, പക്ഷെ നമ്മൾ കഴിക്കേണ്ട രീതിയിൽ വേണം കഴിക്കാൻ. ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ഡയറ്റ് എടുക്കാൻ പാടില്ല. കാരണം അതിനകത്ത് ഫൈബർ ഉണ്ട്, മിനറൽസ് ഉണ്ട്, പക്ഷേ ഒരിക്കലും പ്രോട്ടീൻ അത് മീറ്റ് ചെയ്യത്തില്ല. എപ്പോഴും നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ഏത് ഡയറ്റ് വേണമോ എടുക്കാൻ. ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നതിലൂടെ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്നത്. ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അരിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഫൈബേഴ്സ് പോവുകയാണ്. പിന്നെ നമുക്ക് അതിൽ നിന്ന് മിച്ചം കിട്ടുന്നത് ഗ്ലൂക്കോസ് മാത്രമാണ്. ഗ്ലൂക്കോസ് കിട്ടുമ്പോൾ അതിനകത്തുള്ള ഗ്ലൂക്കോസും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലെ ബ്ലഡിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഈ ഷുഗർ ഉള്ള പേഷ്യൻസ് ഒക്കെ മധുരം ഇടാതെ ജ്യൂസ് കുടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. എങ്കിൽ പോലും ഈ ഫ്രൂട്ട്സിനകത്തും ഗ്ലൂക്കോസ് കണ്ടന്റ് ഉണ്ട്. അത് അപ്പോൾ ഈ ജ്യൂസ് ആയി കഴിയുമ്പോൾ വേഗം നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഫ്രൂട്ട് ജ്യൂസസ് നമുക്ക് സ്ഥിരമായിട്ട് ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല. ഫ്രൂട്ട്സും നല്ലതാണ്, എല്ലാ ഫ്രൂട്ട് ജ്യൂസസും നല്ലതാണ്, പക്ഷേ നമുക്ക് കറക്റ്റ് അളവിൽ കഴിച്ചില്ലെങ്കിൽ അത് നമ്മളെ വേറെ രീതിയിൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഫ്രൂട്ട് ഡയറ്റൊക്കെ എടുത്തിട്ട് ആൾക്കാർ മരിക്കുന്നത്. നമുക്ക് ഏത് ഫ്രൂട്ടാണെങ്കിലും ഏത് ഫുഡാണെങ്കിലും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ റിവേഴ്സ് ആയിട്ടായിരിക്കും എപ്പോഴും എഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എല്ലാ ഫുഡ് കഴിച്ചാലും ആവശ്യത്തിന് മാത്രം കഴിക്കുക. അതിൽ കൂടുതലായിട്ട് കഴിച്ചു കഴിയുമ്പോഴാണ് ഇതുപോലത്തെ എഫക്ട്സ് ഉണ്ടാവും. ഈ ഡയറ്റ് എടുക്കുന്നവരോട് പറയാനായിട്ട് ഒരു കാര്യമുള്ളൂ, ഇതുപോലുള്ള ഫ്രൂട്ട് ഡയറ്റ് പോലുള്ള അൺഹെൽത്തി ഡയറ്റ് പ്ലാൻ എടുക്കാതെ എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഹെൽത്തി വേയിൽ വെയിറ്റ് ലോസ് ആണെങ്കിലും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഈ നോർമൽ ഡയറ്റിലോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും